ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നേപ്പാളിലേക്ക് പോകുന്നുള്ള യാത്രയിലാണിപ്പോൾ. അതായത് ഇപ്പോൾ ഗുവാഹട്ടിയിൽ ട്രെയിൻ കയറി. ഇന്നലെ ട്രക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചാർജ് ഫോണിലുണ്ടായിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇന്നലെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇച്ച വന്നിട്ട് നമുക്ക് ലിഫ്റ്റ് തന്നിട്ട് അയാൾ ശരിക്കും പര വരണ്ടേ, നമുക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷന് വരെ ലിഫ്റ്റ് തന്നു. അതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ ചാർജ് ഉണ്ടായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അങ്ങനെ ഇപ്പോൾ ഗുവാഹട്ടി ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നുണ്ട്. ഏകദേശം ഒരു 2:30 ആവും എത്തുമ്പോൾ തോന്നും. നമ്മളെ ഒരു നാട്ടിൽ നിന്ന് എറണാകുളം ഡിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ സലാവ് ജനറൽ കയറാൻ ആശയാണല്ലോ. അങ്ങനെ ജനറൽ കയറി. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ടോണ്ടല്ലോ സ്ലീപ്പറിലല്ലോ പോകാനല്ലോ. ജനറലിൽ തിങ്ങിട്ട് ഇരിക്കണ്ടേ, രാത്രി ഉറങ്ങിയിട്ട് പോയില്ലേ. ഞങ്ങൾക്ക് നല്ലതാ, ഫ്രീ ആയിട്ടുള്ളത് സ്ഥലമല്ല, നല്ല കിടന്നുറങ്ങാമല്ലോ. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ പോകാൻ നല്ല ഇൻഷാല്ലാ. നമുക്ക് അടുത്ത കാഴ്ച നമുക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എടുത്തിട്ട് കാണാം. പൊക്കറത്തെല്ലാം കഴിഞ്ഞിട്ട് ഇത് സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. എന്നോട് 2-3 മണിക്കൂറുണ്ടാവും. ഇവിടെ ട്രാക്കിലെ പണിയെല്ലാം എടുക്കുന്നുണ്ടാവും. അപ്പോൾ ജെല്ലി എല്ലാം കുറേ കൂടിയിട്ട് നമുക്കില്ല അത് ചൂണ്ടെടുക്കുന്നത്. അതെന്തോ സംഭവം കുറേ അടുത്ത് കാണുക സംഭവം ഫുള്ളല്ല പാടന്നെ. എവിടെ നോക്കിയും കൃഷിൻ്റെ മങ്ങലം. അങ്ങനെ ലാസ്റ്റ് ജൽപൈഗുരി സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതല്ല വണ്ടി, വന്ദേ ഭാരതല്ല. ആ വണ്ടി പോയി. കുറച്ച് ഫ്രഷ് എല്ലായിട്ട് വന്ന് ടോയ്ലറ്റിൽ പോയിട്ട്. അപ്പോൾ നമുക്ക് കീഞ്ഞിട്ട് എന്ത് ബോർഡറിലൊക്കെ എങ്ങനെ റൂട്ട് എങ്ങനെ അതെല്ലാം നോക്കിയിട്ട് നോക്കണം. ഇത് കാര്യം സ്ഥലവും പുറത്തുണ്ട്. ഞാൻ ഇപ്പോൾ വെള്ളം കൂട്ടാൻ വന്നത്, വെള്ളം കൂട്ടിയിട്ട് പോകാറുണ്ട്. ഇത് അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്. വിചാരിക്കാൻ പോലെയല്ല, വലിയ സ്റ്റേഷനാണ്. ഗുവാഹട്ടിനായിട്ട് എത്ര വലുതെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, എക്സിറ്റ് തന്നെ കുറേ ഉണ്ട് പോകാൻ. ഇതൊന്നിടെ ഈ കണ്ട പുക പോകുന്ന ഇതെല്ലാം കണ്ട ഇതെല്ലാം സംബന്ധിച്ച് ടോയ് ട്രെയിൻ കണ്ടില്ല. അതിൻ്റെ സംവിധാനം തോന്നുന്നു. ഇന്നലെ വീടിൻ്റെ അറച്ചിലെങ്കിൽ കുറേ ടോയ് ട്രെയിൻ ഉണ്ട്. ടോയ് ട്രെയിൻ കണ്ടു തോന്നുന്നു കണ്ടിട്ട്. സ്റ്റേഷനിക്ക് പിന്നെ ഇവിടെ നോക്കിയാൽ പഴയ ഒരു ലോക്കോൻ്റെ ഒന്ന് വെച്ചിട്ടുണ്ടോ. കുറേ എക്സിറ്റ് ഉണ്ടാവും. എന്തായിരുന്നു വലിയ സ്റ്റേഷനൊക്കെ. സലാവ് ഇപ്പോൾ ഉണ്ട് പേരുന്ന അതിപ്പോൾ. നമ്മൾ ജൽപൈഗുരി ഇറങ്ങിയിട്ട് വീട്ടിൽ ട്രക്ക് കിട്ടീന്. ഈ ട്രക്ക് എല്ലുന്നില്ല, നേപ്പാളിലേക്ക് പോകാൻ ട്രക്ക്, നേപ്പാൾ റെയിൽവേ സ്റ്റേഷൻ ട്രക്ക്. അല്ല ഭയ്യാ അങ്ങനെ റിക്ഷയിൽ വന്നതിനെ കുറച്ച് പ്രശ്നമില്ലാക്കിയിടാ വന്നിട്ട്. അങ്ങനെ ലിഫ്റ്റ് എടുക്കുമ്പോൾ ഓരോ പ്രശ്നമാക്കരുത്. അങ്ങനെ ഇപ്പോ സ്ഥലമുണ്ട് ഇതിനുണ്ട്. അള്ളാന്റെ ഒരു സഹായമില്ല. ബോർഡറിലൊക്കെ എത്തി നേപ്പാള്. ഇപ്പൊ ഈ കാണുന്നില്ല, ഈ കാണുന്ന ഇത് ഇന്ത്യൻ്റെ. ഈ പാലം കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നേപ്പാൾ ബോർഡർ, അങ്ങനെ ബോർഡർ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ അപ്പുറത്ത് നമ്മൾ സിമ്മെല്ലാം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മണി എക്സ്ചേഞ്ച് ആക്കണ്ടേ. അപ്പോൾ ATM പൈസ എടുക്കണം. ATM പോകുന്നില്ല. ചെറിയൊരു അമ്പലം പോലത്തെ സംഭവമുണ്ട്. ഇതെല്ലാം ഓരോന്ന് ഇത് നേപ്പാളത്തെ എല്ലാം ലോറിയാ. ഞങ്ങളിപ്പോൾ ലിഫ്റ്റ് അടിച്ച് പോകുന്ന നേപ്പാൾ ലോറി. ഇതെല്ലാം വെസ്റ്റ് ബംഗാളിൽ തന്നെ. കുറേ ട്രക്ക് ഉണ്ടാവും തോന്നി റൂട്ടിൽ. അപ്പോൾ അവിടെ പോയിട്ട് ATM മണി എക്സ്ചേഞ്ച് ആക്കിയിട്ട് വരാം. ഞാൻ നാട്ടിലെ പോലെ ഇവിടെ ഉണ്ടാവാ ലോട്ടറീൻ്റെ സംഭവമല്ലോ ഉണ്ടോ. ഇത്ര കച്ചവടക്കാരെല്ലാം ഉണ്ട്. ഡ്രസ്സും കാരെല്ലാം വെക്കുന്നുണ്ട്. भाई कितना है भाई जीन्स को? जीन्स का कितना है? 300. 300 ജീൻസിൽ കിട്ടൂടെ.
നേപ്പാൾ ബോർഡറിനടുത്ത് നമ്മൾ സമൂസ ചാട്ട് വരുന്നത് ഇല്ലെങ്കിൽ ഇതില്ല മച്ച പഞ്ചാബി സമൂസ ഈ സാധനത്തിന് കുടിച്ചിട്ട് അല്ല കുറച്ച് മസാല നല്ലുണ്ട് 30 രൂപ പ്ലേറ്റ് ഇത് സ്പെഷ്യൽ സമൂസ ചാട്ട് മതി നമ്മൾ നേപ്പാൾ കറൻസി എക്സ്ചേഞ്ച് ആക്കാൻ പറ്റുന്നുണ്ട് അതായത് ഇന്ത്യൻ 100 രൂപ അടുത്ത 1.6 അപ്പോൾ ഒരു 1000 രൂപ ഇന്ത്യൻ മണി കൊടുത്തെങ്കിൽ 1600 രൂപ നമുക്ക് കിട്ടും നേപ്പാളി മണി അപ്പോൾ നമ്മൾ ഷോപ്പിൽ പറ്റില്ല എക്സ്ചേഞ്ച് ആക്കാൻ അപ്പോൾ എക്സ്ചേഞ്ച് ആക്കിയെങ്കിൽ നല്ലതല്ല അവിടെ പോയെങ്കിൽ ചിലപ്പോൾ എക്സ്ചേഞ്ച് ചാർജ് എടുക്കും ഇവർ പിന്നെ ചാർജ് ഒന്നും എടുത്തില്ല നമുക്ക് ഓരോ പറഞ്ഞ കഥയാക്കിയിട്ട് ഇവർ നമ്മുടെ കേരളത്തിലേക്ക് തന്നെ കറങ്ങാല്ല വരുന്നത് നമ്മൾ ഫുള്ള് കഥയിലാക്കിയിട്ട് ചങ്ങൈമാറാക്കി ചാർജ് ഒന്നും എടുത്തില്ല धन्यवाद आज का दिन चला गया कल परसों 2 दिन लग जाएगा അങ്ങനെ നമ്മൾ എമിഗ്രേഷനിലൊക്കെ കഴിഞ്ഞ് ചെക്കിങ്ങിലൊക്കെ കഴിഞ്ഞ് എന്തില്ല വെറും ആധാർ കാർഡ് വോട്ടർ ഐ ഡി ചോദിക്കൂ പിന്നെ ആധാർ കാർഡ് മതി വോട്ടർ ഐ ഡി വന്നിട്ടില്ല ആധാർ കാർഡ് കാണിച്ച് ബാഗെല്ലാം ചെക്കിങ് ആക്കിയവർ അപ്പോൾ ഈ ബ്രിഡ്ജ് ക്രോസ് ആക്കിയിട്ട് അങ്ങോട്ട് നേപ്പാളിലെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് നേപ്പാൾ കയറി ഇപ്പോൾ നടക്കില്ല ശരിക്കും ഇന്ത്യ നേപ്പാളൊക്കെ എത്തിയില്ല കുറേ വണ്ടിയിൽ പോകുന്നുണ്ട് കുറേ വണ്ടി പോകുന്നുണ്ട് ഇതെല്ലാം ഈ പോയയില്ല മുമ്പ് കുറേ വെള്ളമുണ്ടായിന് ഇപ്പോൾ അത് കണ്ടോ വെള്ളമുണ്ടോ ഇപ്പോൾ ഫുള്ള് ബറ്റിയെന്ന് തോന്നുന്നു എന്തില്ല മുമ്പ് ഒരു പോയ ഉണ്ടായെന്ന് തോന്നുന്നു ഇല്ല കാണുമ്പോൾ അങ്ങനെ ഉണ്ട് അപ്പോൾ പിള്ളമാർ ഫുട്ബോൾ കളിക്കാനുണ്ടോ നല്ല മാറ്റല്ല വീത നോക്കാം സെറ്റ് വ്യൂ അല്ല വല്ല വാങ്ങില്ല അത് മോശമില്ല ഒപ്പിക്കാം ഫുട്ബോൾ കളിക്കെല്ലാം മാറ്റം കാണാൻ ഓർമ്മ കളി കാണുമ്പോൾ അപ്പൊ നമ്മ നേപ്പാൾ ബോർഡർ ക്രോസ് ആക്കി ആദ്യത്തെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഭയ്യാ അബ്കാ നാം ബോലിയേ भैया आपका नाम मेरा नाम दौरा शिवागढ़ी അപ്പോൾ ഇതിന് പറഞ്ഞ കുറച്ച് വീഡിയോയിലെടുക്കുക പുള്ളി നേപ്പാളെ പുള്ളി കാണിക്ക് യൂട്യൂബിലെടുക്കുക പറഞ്ഞ അങ്ങനെ ഒന്ന് സെറ്റാക്കിയ കുറേ ഇല്ല ഇവിടുന്നൊരു 17 കിലോമീറ്റർ എന്തോ പോവില്ലേ ബോട്ടിനടുത്ത് നമുക്ക് എത്ര ഉണ്ടല്ലെങ്കിൽ ഒരു भैया पोखरा कितना किलोमीटर है 600 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാൻ हेलो सामान വെച്ചിട്ടുണ്ട് നടന്ന് ലോറിക്കാരനായിട്ട് കീച്ചിട്ട് ഒരു വണ്ടിയും കിട്ടുന്നില്ല ടെൻ്റ് അടിക്കാൻ പോലീസുകാർ വിടുന്നില്ല അങ്ങനെ ഇടന്ന് വണ്ടി നിർക്കണ്ടേ ബജാജിൻ്റെ അവരെല്ലാം അപ്പോൾ ഷോറൂമിൻ്റെ മുമ്പിൽ ഒരു ടെൻ്റ് അടിക്കാൻ പ്ലാൻ റോഡ് സൈഡ് തന്നെ ഒക്കെ അഡ്ജസ്റ്റ് ആ കുറക്കൊന്നിട്ട് കഴിഞ്ഞില്ല ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെ മെഞ്ചിലുണ്ട് ഇത് മടിച്ചിട്ട് ഇട്ട് ടെൻ്റാവാ ഇവിടെ ടെൻ്റ് ഇട്ട് ബജാജ് ഷോറൂമിൻ്റെ എതിർ തന്നെ സ്ഥലം അവിടെ ബാത്റൂം ആയിട്ടുണ്ട് ഒരു സാധനം കണ്ട അവിടെ ഒരു നീല കളർ കണ്ട അത് തന്നെ 10 രൂപ 10 രൂപ കിട്ടണം ഇവിടുത്തെ നേപ്പാളി 10 രൂപ വെള്ളം തയ്യാറ എടുത്തിട്ട് പോകണം പോയിട്ട് വന്നിപ്പോൾ സ്ഥലം പോയിട്ടുണ്ട് അതിൻ്റെ നമ്മൾ കുക്കിംഗ് ആക്കാനാണ് വെള്ളം നോക്കണം ഇല്ലെങ്കിൽ ഇവിടെ പോയിട്ടാണ് കുക്കിംഗ് ആക്കാം അതാ ഈ റൂട്ട് ഫുള്ള് അങ്ങോട്ട് പോകാൻ തന്നെ ഇവിടെ നിന്ന് 400-500 കിലോമീറ്റർ ഉണ്ട് പോകാൻ 2 ദിവസം എടുക്കാൻ പോകാൻ നോക്കാൻ പറ്റില്ല പോവാം അങ്ങനെ നമുക്ക് നേപ്പാൾ ചേട്ടന്മാർ 2 ചായ കണ്ടിട്ടുണ്ട് യോറന്ന ചായ യോറൊക്കെ വീഡിയോൻ്റെ മുമ്പ് വരാൻ ആഗ്രഹമില്ല പറഞ്ഞു അതുകൊണ്ട് വീഡിയോ ഓർഡർ എടുത്തിട്ടാ ഭയങ്കര ഹെൽപ്പിങ് ആവാ ഒരാളെ ഹെൽപ്പിങ് ഒരാൾ എല്ലാ നാട്ടിലുള്ള പോലെ തന്നെ നമ്മൾ ഇന്ന് രാവിലത്തെ ഫുഡ് പീനട്ട് ബട്ടറും ബ്രെഡ് തീർന്ന് ഇനി വേറെ ബോക്സ് ഉണ്ട് എടുക്കണം കുറേ നേരം ആടെ വെയിറ്റ് ആക്കിയിട്ട് നമുക്കൊരു UP ലോറി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഫുള്ള് പോലെ പാതി വരെ
അപ്പൊ പോകാത്ത പോവാല്ലേ സ്ഥലവും പറഞ്ഞോ. അങ്ങനെ നമ്മ ഒരു സ്ഥലത്തെത്തി. ആ അത് കൊറേ നടന്ന് ട്രാക്ടറിലല്ലോ കിട്ടി ഓസി. അതിന്റെ ഇവിടെ എത്തി. ആദ്യം നടന്നിട്ട് ബസ്സിലെല്ലാം പോവാന്ന് വിചാരിച്ച പോലെ. ബസ്സിൽ പോകാൻ വിചാരിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഒരു പോലീസ് ഉണ്ടായി. പോലീസ് ഇവിടെ നിൽക്ക് വണ്ടി കിട്ടു, ഇന്ത്യൻ വണ്ടി കിട്ടു, അതിൽ കയറിട്ട് പോയാൽ മതി. എന്താ കൊറേ 1 മണിക്കൂറായല്ലോ അവിടെ ഇരിക്കുക. പോലീസ് നിർത്തിച്ചു കയറ്റുന്നേ ഇല്ല. അവർ പോന്ന് പോലീസ് ഡോറെല്ലാം തുറന്നിട്ട് കേറിട്ട് പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഇന്ത്യയിലത്തെ ആൾക്കാർ നിങ്ങൾ കയറ്റാതെ വെച്ചിട്ട് പഠിപ്പിച്ചിട്ട് പിടിച്ചിട്ട് കയറ്റി ഉള്ളിലോട്ട്. അങ്ങനെ കുറച്ച് ദൂരം പോകും പറഞ്ഞു. നമുക്ക് അപ്പം എത്ര പോവാം നമുക്ക്. ബാക്കി എന്ത് കഥ നമുക്ക് അവിടെ നോക്കി തീരുമാനിക്കാം. വണ്ടി കിട്ടുന്ന അങ്ങനെ പോകാൻ തുടങ്ങി കുറച്ച് നേരമായി. ഇതുവരെ ഇട്ടാഹരിയുള്ള സ്ഥലത്തേക്ക് എത്തിയില്ല. റോഡെല്ലാം ഫുള്ള് പണിയെടുക്കാനല്ല. നമ്മൾ നാട് പോലെ തന്നെ ഫുള്ള് റോഡിന്റെ പണി നടക്കുന്നുള്ളത്. ഫുള്ള് ഇവിടെ പോയി തന്നെ അവസ്ഥ. അങ്ങനെ ഇട്ടാഹരി വരെ ഉണ്ട്. ആടുന്ന് വേറൊരു ഉമ്മിളിങ്ങലിന്റെ സ്ഥലം വരെ ലോറിണ്ട നോക്കണം. ട്രക്ക് ലിഫ്റ്റ് കിട്ടുന്നതാണ്. അത് 250 കിലോമീറ്റർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആടുന്ന് പിന്നെ 85 കിലോമീറ്റർ പോക്കറാക്കി. ഇങ്ങനെയാണ് യാത്രകൾ നമ്മളെ. സ്ഥലവും ഇവിടെ ഓർമ്മയുണ്ട്. വന്നിട്ട് ഒരു നൂഡിൽസ് വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ്റെതാണ്. ഇതിലൊക്കെ ഇട്ട് സൂപ്പിലൊക്കെ ഇട്ടായിരുന്നു ഇവിടെ. ഇവിടുത്തെ നേപ്പാളി പൈസ 80. നമ്മളെ നാട്ടിൽ എത്ര 56 50 അത്ര 50 രൂപ അത്ര ആവും. സ്വത്തിട്ടുണ്ട്. ഇവിടുത്തെ 140 രൂപ 140 നേപ്പാളി റുപ്പീസ്. നാട്ടിലത്തെ 87 രൂപ ആവും. 87 അല്ല, നല്ല പൊള്ളുന്ന ഇതാ നാക്കി കഴിഞ്ഞ് സൂപ്പ് ഒഴിക്കൊണ്ട് സൂപ്പിലൊക്കെ മാഗി ഇട്ടിരുന്ന വേറെ. എന്താ എനിക്ക് ലിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ല ഈ റോട്ടിൽ. ഇപ്പോട്ട് കിട്ടിയ ലോറി തന്നെ ഞാൻ പറഞ്ഞില്ല, കുറേ പോലീസ് നിർബന്ധിച്ചിട്ട് കയറ്റിയ ആരും തരുന്നില്ല ലിഫ്റ്റ്. അങ്ങനെ നമുക്ക് സമയമില്ല. കുറേ 500 കിലോമീറ്റർ പോകാണ്ട് 3 ദിവസം പിടിക്കും. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ബസ് കയറിയാൽ പോകുന്നത് AC ബസ്. ഒരാൾക്ക് നേപ്പാളി 1500. അപ്പോൾ എത്ര ആയില്ലെങ്കിൽ 2,3000 രൂപ എടുത്ത പൈസ. നമ്മളെ നാട്ടിലെ പൈസ നമുക്ക് 1850 അങ്ങനെ എന്തോ 2.5 കോടി AC ബസ്. മയിൽ കയറിയിട്ടുണ്ട്. നാളെ രാവിലെ യമുന കൊത്തും. എൻ്റെ ആളെ നമുക്ക് ഫുഡിൽ വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തിന്നോ, ഞാൻ വാങ്ങി തരാം. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ചൗമീനുണ്ട്, ചായ ഉണ്ട്. പിന്നെതാ ഈ ബട്ടട്ടിന് എന്താ സാധനം വല്ല സാധനം ഉണ്ടോ നല്ലതായി. ചൗമീനുണ്ട്. ചൗമീനിൽ നൂഡിൽസ് അങ്ങനത്തെ ഒരു തന്നെ സാധനം. ബട്ടട്ടൻ്റെ ഇതുണ്ട്, കടല, ബീൻസ് എല്ലാ സാധനമുണ്ട് സെറ്റ്. അപ്പം ഇങ്ങനത്തെ ഐഡിയ ഇല്ല. അങ്ങനെതാ ബസ്സിന്റെ ഫിലിമല്ലേ വെച്ചിന്. ഇത് ഏതോ ഹിന്ദി ഫിലിം. ഇപ്പൊ നമ്മ ഹോട്ടലിൽ രാവിലെ ചായ കുടിക്കാൻ നിർത്തിച്ച് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി. അടുത്തൊരു 1 മണിക്കൂറുണ്ട്. ഇതാ പുറത്തൊന്നും വ്യൂ നോക്കിയാൽ ഫുള്ള് പോകും. ഫുള്ള് റോഡ് പണി നടക്കുന്നുണ്ടാവും. കുറച്ച് കഴിഞ്ഞ് നല്ല ഹൈവേ വരും. ഇങ്ങോട്ടേക്ക് ഫുള്ള് ടണലല്ലേ വരുന്നുണ്ട്. ഭയങ്കര തണുപ്പാവും രാവിലെ. ഭയങ്കര തണുപ്പാണ് രാവിലെ. എത്താനായമോ കാഠ്മണ്ഡുലേക്ക്. കാഠ്മണ്ഡുവിലെ കാര്യമായ സ്ഥലമെല്ലാം കിട്ടാനുണ്ട്. വെയിറ്റ് അടിച്ച്. അപ്പോൾ കാഠ്മണ്ഡു ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു ബുദ്ധ മൊണാസ്ട്രി. കണ്ടാ വീടിനുള്ളിൽ ഓടി നടന്നുകൊണ്ട് ഇങ്ങനെ പോകണം. ഫുള്ള് ടിബറ്റൻ ഫ്ലാഗ് ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സിമ്മ് വാങ്ങണം. അപ്പോൾ സിമ്മ് വാങ്ങാൻ നമ്മൾ ഒരു ഷോപ്പ് തപ്പിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് ഫുൾ സർബ സ്ക്വയർ തന്നെ. ഉള്ളി ഇങ്ങനെ കയറിക്കൊണ്ട് പോകണം മുകളിലേക്ക്. ഇതിവിടെ റിച്ച വെളുക്കല കത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട ആൾക്കാരിങ്ങനെ ഇങ്ങനെ തിരിച്ചുകൊണ്ട് പോകാം. ഒരു മന്ത്രാക്കത് വേറെന്തോടെ തോന്നുന്നുണ്ട്.
എന്നെ ഉള്ളു കയറി പോണം. ഇതാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ്. ഇത് വലിയ തിരിക്കുന്നതാണ്. ഓരം തന്നെ പഴയ ഓരോ ലൈറ്റ് ഉണ്ട്. ഈ ആളുകളിങ്ങനെ എന്നെ ഓഫ് ചെയ്യും. ഭയങ്കര ഡിസൈനാ, ആർട്ട് ഡിസൈനാ ഫുള്ള്. അപ്പോ നോക്കിയിട്ടുണ്ട്, ഒരു മന്ത്രം ചെല്ലുന്നുണ്ട്. കൊറേ ഉണ്ട് ഇങ്ങനത്തെ ഇവിടെ ഒന്നും ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുണ്ട്. എത്ര വ്യൂ റബ്ബ, കുറേ കയറി വരുമ്പോ തന്നെ വലിയ 2 സ്തൂപ്പ കിട്ടുന്നത് ബുദ്ധാന്റെ. കണ്ടാ 2 അല്ല 3 ഉണ്ട് വലിയ. നല്ല മാറ്റുണ്ട് സ്ഥലമെല്ലാം, പീസ്ഫുൾ സ്ഥലം. ഇത് അതിൻ്റെ മെയിൻ സ്തൂപ്പ കണ്ടിട്ട് ഇതാ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുന്ന മുള്ളും തോണ്ട് തോന്നും. അറിയാലോ എന്തുണ്ട് അറിയാലോ. സ്റ്റെപ്പ് കണ്ട് കയറി നല്ല പീസ്ഫുള്ളാ. പിന്നെ ടിബറ്റൻ ഫ്ലാഗ് കണ്ടോ? ഇടേടെ പോയ കണ്ടോ? ഇത് ടിബറ്റൻ ഫ്ലാഗ് ഫുള്ളി തന്നെ. നേപ്പാൾ ഏടെ പോയ കാണും. ഇതിൽ കുറേ എന്തെല്ലാം മന്ത്രം എഴുതിയിട്ടുണ്ടാവും. ഇതിൻ്റെ മുള്ളൊന്നില്ലാന്നല്ല കേട്ടോ. എന്നിട്ട് കോയങ്ങണ്ട. ഹലോ ഹായ് കോയങ്ങ് സീനാ ഇവിടുത്തെ സ്ഥലം. അപ്പോൾ നമ്മൾ ഈ വട പോലത്തെ സാധനം വേഗം വാങ്ങിട്ടുണ്ട്. വട ഉണ്ടാക്കുന്ന സാധനം ഇതാ. വട പോലത്തെ എന്തോ സാധനം. ഒരു 1.30 830. നാളെ എത്ര ചെയ്താൽ സ്ഥലവും വന്ന് ഒരു 5 രൂപ 20 രൂപ അറേഞ്ച് ചെയ്യും. കുറേ ഇതുണ്ടത് കിലോ ഇട്ടില്ല കണ്ടോ. ഉണ്ടാക്കുന്നത് കുറേ ഹോൾസെയിൽ കൊണ്ടുവന്നു. കുറേ ഇങ്ങനെ ബോക്സ് പാക്കറ്റായിട്ട് കൊണ്ടുവന്നു. ഒന്ന് വേണ്ടിയിട്ട് ടേസ്റ്റ് ഒക്കെ ഈ സാധനം തോന്നുന്നില്ല. ഈ നെയ്പ്പത്തലും മധുരത്തിന് നെയ്പ്പത്തലും മധുരമുള്ള എനിക്ക് ടേസ്റ്റ് ഉണ്ട്. മസിലാ ഇപ്പോൾ ഇത് മധുരപ്പുണ്ട്. അങ്ങനെ സിം വാങ്ങാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ എൻസെല്ലിൻ്റെ സിമ്മാ സംഭവം യൂസ് ആക്കാൻ. ഈ സിമ്മിലാ പെൻസില്. അപ്പോൾ സാറോ ഇതെങ്ങനെയാ? ഈ സംഭവം ഇല്ലെങ്കിൽ 100 രൂപ എടുത്ത് നേപ്പാളി 100 റുപ്പീസ് ആണ് ഈ സിമ്മിനുള്ള വരുന്ന റേറ്റ്. പിന്നെ ഡാറ്റ പാക്കേജ് ഇല്ലെങ്കിൽ 200 7 ദിവസത്തേക്ക് അൺലിമിറ്റഡ് ഡാറ്റ. അൺലിമിറ്റഡ് 50 മിനിറ്റ് കോൾ ഉണ്ട്. പിന്നെ ഇല്ലെങ്കിൽ 599 ഒരു പാക്കേജ് ഉണ്ട്. അത് 42 GB ഡാറ്റ കിട്ടി 28 ദിവസത്തേക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് 7 ദിവസത്തിന് കൂടുതൽ ഉണ്ടെങ്കിൽ അതിൽ റീചാർജ് ആക്കണം. പക്ഷെ അമ്മ റീചാർജ് ആക്കണമെങ്കിൽ ഗൂഗിൾ പേ ആക്കണമെങ്കിൽ നമ്മളതിൽ എടുത്ത ഗൂഗിൾ പേ ഇല്ല. ഷോപ്പിൽ തന്നെ പോകണം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ നോക്കാം. ഇത് നോക്കിട്ട് നമ്മ
വേറൊരു പാക്കേജ് ഉണ്ട് 399 400 അത് 8 GB കിട്ടുന്ന, പക്ഷെ രാത്രി ഫുൾ അൺലിമിറ്റഡ്. 11 മണി മുതൽ രാത്രി രാവിലെ 7 മണി വരെ അൺലിമിറ്റഡ് ഡാറ്റ. യൂട്യൂബ് അൺലിമിറ്റഡ്. പിന്നെ നമ്മ പിന്നെ ഈ ഇല്ലേരി എണ്ണപൂർണ്ണ അവിടെ പോകുന്നുണ്ടില്ല, റേഞ്ചിനെ പ്രശ്നം നോക്കണം, അതാണ് വേറൊന്നുമല്ല. ഞാൻ എന്തൊക്കെ നോക്കാം നമുക്ക്. നാട്ടിൽ വരുമ്പോൾ ഇതാ വീട്ടാൾ ഈ കല്ല് കൊണ്ടല്ലേ ഫുൾ സ്ട്രീറ്റ് ഉണ്ടാക്കുന്നില്ല, ഇങ്ങനത്തെ കല്ല് കൊണ്ട് ഈ കരിങ്കല്ലിനെ ഇങ്ങനെ കൊത്തിരിങ്ങനെ തോന്നുന്നു കണ്ടിട്ട്. ഫുള്ളിതാ ഫുള്ള് ഇങ്ങനത്തെ റോഡ് സ്ട്രീറ്റ് കാണിച്ചിട്ടാക്കുന്നില്ല. ഫുൾ ഡെവലപ്പ് ആകുന്നുണ്ടാവും നേപ്പാള്. കുറേ സ്ഥലത്തെല്ലാം റോഡിൽ പണി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തമിഴ് മാർക്കറ്റ് ഉണ്ട് അവിടെ ദർബാർ സ്ക്വയറിലുള്ള സ്ഥലം. 2 കിലോമീറ്റർ ഉണ്ട്. എങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ദർബാർ സ്ക്വയറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ദർബാർ സ്ക്വയർ. ഭയങ്കര ആർട്ടാണ് ഇവിടെ. ആർട്ടിനെ സഹിച്ചിട്ടാണ് ഇങ്ങനത്തെ. ഇതാണ് നമ്മളെ മോഹൻലാൽ അവരുടെ അക്കസോട്ടോ ഉണ്ണിക്കൊട്ടോ വലുതില്ല, ആ ഷൂട്ടിംഗ് എല്ലാം എടുത്ത് കിട്ടുന്നത്. കുറേ സാധനം കച്ചവടമൊക്കെ സാധനം ഇതിങ്ങനെ തിരിക്കുന്നവർക്ക് മാജിക് ബോളും പറയൂ. അപ്പം ഇങ്ങനെ സൗണ്ട് ആയിക്കൊള്ളും ഇല്ല. അത് നാക്കുണ്ട്, നമുക്ക് അറിയില്ല അതെങ്ങനെയാണ്. ഫുള്ളിങ്ങനെ കച്ചവടക്കാരൻ്റെ ബുദ്ധൻ്റെ കുറേ സ്റ്റാച്ചു, ഇവരെ മാല, ഇവരെ തസ്ബി എല്ലാം ഉണ്ട്. നല്ല ടൂറിസ്റ്റ് നല്ല ഉണ്ട് അതിന്. ദർബാർ സ്ക്വയർ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ടാവുക, ഉള്ളിൽ കുറേ ഉണ്ട് പോകാൻ. ഇതാടൊന്നുണ്ട് ഇത് തന്നെ ഇവിടെ. അങ്ങനെ നമ്മൾ ഇവിടെ ഈ ട്രക്കിംഗ് ഗ്യാസിൽ വെക്കുന്ന ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ പൈസ വില സാധനത്തിനല്ലോ. ഇതിനെല്ലോ എത്ര ഇല്ലെങ്കിൽ ഏതോ നോക്കാം 800 നേപ്പാളി പൈസ. അപ്പം നമ്മളെ നാട്ടിലത്തെ നമ്മളൊരു 500 രൂപ ആ റേഞ്ചിലാവും നാട്ടിലത്തെ. എന്നാൽ ലാഭമാവും ഇത്. ഡെക്കാത്തുള്ള 500 മാത്രം. ക്വാളിറ്റി നോക്കണം. ഇതാ നോർത്ത് വെസ്റ്റിൻ്റെ എല്ലാം ചെറിയ പൈസ, ജാക്കറ്റിന് എല്ലാം ചെറിയ പൈസ. പിന്നെ മറ്റേ ട്രക്കിംഗ് ബാഗ് ഉണ്ട്, എല്ലാ സാധനം ഉണ്ടാവാം. ഷൂ ഉണ്ട്, ട്രക്കിങ്ങിലുള്ള A to Z സാധനം കിട്ടിട്ട് വന്നത്. ട്രക്കിങ്ങിനുള്ള സാധനം വേറെ ഒന്നും ഇല്ല ഇവിടെ, ഓൺലി ട്രക്കിങ്. ട്രക്കിംഗ് ഗ്യാസിൽ പോയിട്ട് നമ്മോ ഫുഡൊന്നും തിന്നിട്ടാമോ, ഉണ്ടാക്കാനും സ്ഥലവും ഇല്ല. ഉണ്ടാക്കാൻ ജാഗട്ടുന്നില്ല. എന്ത് നോക്കിയിട്ട ഫുഡ് ഹോട്ടൽ നയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു വെജ് താലിയും ഒരു ചൗമീനും ഓർഡർ. ചൗമീനിന് സാധനം ഒരു സാധനം ഓർഡർ ചെയ്ത് വന്നിട്ട ചൗമീന് 2 സാധനം ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ദർബാർ സ്ക്വയറിന് ഇറങ്ങി രാത്രിയായി. ഒരു ടാക്സിക്കാരൻ നമുക്ക് ലിഫ്റ്റ് തന്ന് ഒരു സ്ഥലം വരെ. അവിടുന്ന് പിന്നെ വണ്ടിയൊന്നും കിട്ടുന്നില്ല, ട്രക്കൊക്കെ കുറേ നോക്കി. അങ്ങനെ അവസാനം പോലീസുകാർ നമുക്കൊരു ട്രക്ക് അറേഞ്ച് ചെയ്ത് തന്ന് ഈ പോലീസ് ചെക്ക് പോസ്റ്റ് വരെ. ബാക്കി നാളെ കാണാം.